എല്ലാവർക്കും നമസ്കാരം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അതിൽ അധ്യാപകരുടെ പങ്ക് എന്താണ് എന്നതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ട്രൈറ്റ്സിൻ്റെയും ബിഹേവിയേഴ്സിൻ്റെയും വാല്യൂസ് ആൻഡ് ഇമോഷണൽ പാറ്റേൺസിൻ്റെയും ഒരു ഒത്തുചേരലാണ്. അതാണ് ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നും പുറം ലോകത്ത് എങ്ങനെ പെരുമാറുമെന്നും നിർവചിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ട്രേറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ്, ഇമോഷണൽ എക്സ്പ്രഷൻ ആൻഡ് സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ട്രേറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ചിന്തയുടെയും പെരുമാറ്റത്തിൻ്റെയും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. വാല്യൂസ് ആൻഡ് ബിലീഫ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പിൾസാണ്. അതുപോലെ ഇമോഷണൽ എക്സ്പ്രഷൻ നമ്മളെ ഇൻട്രാക്ഷനെ എങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കുന്നു. സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തിയെയും അതുപോലെ യൂണിക്നെസ്സിനെയും തിരിച്ചറിയുന്ന ആ കഴിവിനെയാണ് സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പങ്കുള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. അത് എത്തരത്തിലാണെന്ന് നമുക്ക് നോക്കാം. ഇൻസ്പയർ ഗ്രോത്ത്, അൺലോക്ക് ഹിഡൻ പൊട്ടൻഷ്യൽ ആൻഡ് ക്യൂരിയോസിറ്റി, ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അധ്യാപകർക്ക് സാധിക്കുന്നു. ബിൽഡ് കോൺഫിഡൻസ്, ക്രിയേറ്റ് സേഫ് സ്പേസസ് ഫോർ എക്സ്പ്രഷൻ, വിദ്യാർത്ഥികളിലെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ അധ്യാപകർക്ക് സാധിക്കുന്നു. ഗൈഡ് ഡയറക്ഷൻ, ഹെൽപ്പ് ചിൽഡ്രൻ ടു ഡിസ്കവർ ദിയർ പാത്ത്, അവർ ഏതൊക്കെ മേഖലകളിൽ ശോഭിക്കേണ്ടതാണ് എന്ന് നമുക്ക് അധ്യാപകർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. മോഡൽ വാല്യൂസ്, ഡെമോൺസ്ട്രേറ്റ് കൈൻഡ്നസ് ആൻഡ് ഇൻറ്റിഗ്രിറ്റി, അതായത് കരുണയെക്കുറിച്ചും മറ്റ് വാല്യൂസിനെക്കുറിച്ചും നമുക്ക് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ബോധിപ്പിക്കാൻ സാധിക്കുന്നു. നാച്ചർ വേഴ്സസ് നർച്ചർ ഇൻ പേഴ്സണാലിറ്റി. നാച്ചർ എന്ന് പറയുമ്പോൾ അത് ദ ഫൗണ്ടേഷനാണ്, അതായത് അടിത്തറയാണ്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന ജനനം കൊണ്ട് ലഭിക്കുന്ന പേഴ്സണാലിറ്റിയാണ്, ഗുണങ്ങളെയാണ് നമ്മൾ നാച്ചർ എന്ന് പറയുന്നത്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബയോളജിക്കൽ ടെമ്പറാമെൻറ്റ്, ജനറ്റിക് ഇൻഫ്ലുവൻസസ് ആൻഡ് ന്യൂറോളജിക്കൽ വയറിംഗ് എന്നിവയാണ്. നർച്ചർ എന്ന് പറയുമ്പോൾ ദ ഷെയ്പ്പറാണ്, അതായത് ആകൃതിവൽക്കരിക്കാൻ കഴിയുന്ന, മാറ്റം വരുത്താൻ കഴിയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, എക്സ്പീരിയൻസസ്, റിലേഷൻഷിപ്പ് എന്നിവയാണ് നർച്ചർ എന്ന് പറയുന്നത്. നർച്ചർ ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളാണ്, അല്ലെങ്കിൽ നർച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഫാമിലി ഡൈനാമിക്സ്, സ്കൂൾ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ഒരു അധ്യാപകന് ക്യാരക്ടർ കാറ്റലിസ്റ്റ്, അതായത് ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറാൻ വേണ്ടി സാധിക്കും. ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അക്കാദമിക് ഫൗണ്ടേഷൻ, വിദ്യാർത്ഥികളിലെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യമാണ് സോഷ്യൽ സ്കിൽസ്, ഡെവലപ്പ് കൊളാബറേഷൻ ആൻഡ് എമ്പതിയും കൊളാബറേഷനെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി അധ്യാപകന് സാധിക്കും. അതുപോലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഫാസ്റ്റർ ദ ഇൻറ്റഗ്രിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഐക്യത്തെയും ഉത്തരവാദിത്തത്തെയും നമുക്ക് അധ്യാപകർക്ക് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പേഴ്സണൽ എക്സലൻസ്, ഇൻസ്പയർ പെർസ്യൂട്ട് ഓഫ് പൊട്ടൻഷ്യലിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് സാധിക്കുന്നതാണ്. സൈക്കോളജിക്കൽ സേഫ്റ്റിയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ. അതിൽ ഉൾപ്പെടുന്നതാണ് ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്, വിശ്വാസവും അതുപോലുള്ള ബഹുമാനവും. അക്സെപ്റ്റൻസ് ഓഫ് ഡിഫറൻസസ്, വ്യത്യാസങ്ങളെ അംഗീകരിക്കാനുള്ള ചിന്താഗതി. അതുപോലെ പെർമിഷൻ ടു ബി റിയൽ, യഥാർത്ഥമായിരിക്കാനുള്ള പെർമിഷൻ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പേഴ്സണാലിറ്റി ഗ്രോത്ത് സംഭവിക്കുകയുള്ളൂ. അധ്യാപകർക്ക് ചില കാര്യങ്ങൾ എൻകറേജ് ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികളിലെ ക്യൂരിയോസിറ്റിയും ഇൻഡിവിജ്വാലിറ്റിയും നർച്ചർ ചെയ്യാനും അതുവഴി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. ആസ്ക് ക്വസ്റ്റ്യൻസ്, എൻകറേജ് വൈ ആൻഡ് വാട്ട് ഈഫ് തിങ്കിങ്, ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഓഫർ ഡൈവേഴ്സ് ഔട്ട്ലെറ്റ്സ്, ആർട്സ്, മ്യൂസിക്, റൈറ്റിംഗ് മൂവ്മെൻറ്റ്സ്, അത്തരത്തിലുള്ള ക്രിയേറ്റീവ് കാര്യങ്ങളെ എൻകറേജ് ചെയ്യുക. പേഴ്സണൽ ചോയ്സ്, എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സിനെ എൻകറേജ് ചെയ്യുക. റിസ്ക് ടേക്കിംഗ്, സപ്പോർട്ട് ട്രൈങ് ടു ന്യൂ തിങ്സ് ആൻഡ് ഐഡിയാസ് ആൻഡ് സെലിബ്രേറ്റ് യൂണിക്നെസ്, വ്യക്തിപരമായ യൂണിക്നെസ്സിനെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ സ്ട്രെങ്ത്തുകളെ മനസ്സിലാക്കിപ്പിക്കുക എന്നൊക്കെ ഓരോ അധ്യാപകനും ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ബിൽഡിംഗ് റെസിലിയൻസ് ത്രൂ ചലഞ്ചസ്, പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് നടക്കുന്നത്
ചാലഞ്ചസ് അഭിമുഖീകരിക്കുമ്പോഴാണ്. അതിന് അധ്യാപകർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ഫേസ് ചാലഞ്ചസ്. മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡിഫിക്കൽട്ടീസ് വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക. റിഫ്ലക്റ്റ് ആൻഡ് ലേൺ, ഗൈഡ് അനാലിസിസ് ഓഫ് വാട്ട് വെൻ റോങ് ആൻഡ് വൈ, ഡെവലപ്പ് കോപ്പിംഗ് സ്കിൽ, ടീച്ച് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ, പെർസിസ്റ്റ് ഫോർവേഡ്, എൻകറേജ് ട്രൈയിങ് അഗെയിൻ ആൻഡ് റിന്യൂഡ് സ്ട്രാറ്റജി. ഇത്തരത്തിലാണ് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചലഞ്ചസിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് പോസിറ്റീവ് റെക്കഗ്നിഷൻ. പോസിറ്റീവ് റെക്കഗ്നിഷൻ കാരണമുണ്ടാക്കാൻ കഴിയുന്ന ട്രാൻസ്ഫോർമേഷനെക്കുറിച്ചും അതെങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം സ്പെസിഫിക് ഫീഡ്ബാക്ക് നൽകുക. യുവർ ക്രിയേറ്റീവ് സൊല്യൂഷൻ ഷോസ് ഇന്നോവേറ്റീവ് തിങ്കിങ് എന്ന് ഗുഡ് ജോബിന് പകരം പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ എഫേർട്ട് റെക്കഗ്നിഷൻ, ഔട്ട്കമ്മിന് പുറമെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എഫേർട്ട്, പെർസിസ്റ്റൻറ്റ് സ്ട്രാറ്റജീസ് ഇതിനൊക്കെ പ്രൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രോത്ത് സെലിബ്രേഷൻ, ഹൈലൈറ്റ് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർ പെർഫെക്ഷൻ. ഓക്കെ, ഡെവലപ്മെൻറ്റിന് നമുക്ക് പെർഫെക്ഷനെക്കാട്ടിയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതാണ്. പബ്ലിക് അഫർമേഷൻ, ഷെയർ സക്സസ് ടു ബിൽഡ് സോഷ്യൽ കോൺഫിഡൻസ് ആൻഡ് ബിലോങ്ങിങ്. സക്സസ്സിനെ ഷെയർ ചെയ്യുക. പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1-on-1 കണക്ഷൻ. ഓരോ ഇൻഡിവിജ്വൽസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകർ ശ്രമിക്കേണ്ടതുണ്ട്. ചൈൽഡ്സ് പേഴ്സണാലിറ്റി, സ്ട്രെങ്ത് ആൻഡ് ആസ്പിറേഷൻ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച്, ഐഡൻറ്റിഫൈ ആൻഡ് ബിൽഡ് ഓൺ നാച്ചുറൽ ടാലൻറ്റ്സ്. സ്ട്രെങ്ത്തുകളെ മനസ്സിലാക്കി നമുക്ക് വിദ്യാർത്ഥികളുടെ പാത ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. മിക്സ്ഡ് ലേണിംഗ് ഫോർമാറ്റ്, ഓഫർ സോളോ വർക്ക്, പാർട്ട്ണർ കൊളാബറേഷൻ ആൻഡ് ഗ്രൂപ്പ് പ്രൊജക്ട്സ്. അങ്ങനെ നമുക്ക് മിക്സ്ഡ് ലേണിംഗ് ഫോർമാറ്റുകൾ നൽകാൻ പറ്റും. ഇമോഷണൽ ചെക്ക്-ഇൻസ്, ക്രിയേറ്റ് റൂട്ടീൻസ് ഫോർ ചിൽഡ്രൻ ടു ഷെയർ ഫീലിങ്സ് ആൻഡ് ഡെവലപ്പ് ഇമോഷണൽ ലിറ്ററസി. ഇമോഷണൽ ലിറ്ററസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൂട്ടീൻസ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ മോഡൽ ക്യാരക്ടർ ട്രൈറ്റ്സ്, ഡെമോൺസ്ട്രേറ്റ് കൈൻഡ്നെസ്, ഹോണസ്റ്റി, റെസിലൻസ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൺസിസ്റ്റൻ്റ്ലി. ഇത്തരത്തിലുള്ള സാമൂഹിക മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓരോ അധ്യാപകനും ഇടപെടേണ്ടതുണ്ട്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.